ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷാനി വ്ളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എഗ്ലോണിമയുടെ ഒരു കെയറിങ്ങിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. എഗ്ലോണിമ നല്ല ബുഷിയായിട്ട് തിക്കായിട്ട് വളരാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കെയറിങ് ചെയ്ത് കൊടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ ഇതിൻ്റെ തണ്ടുകളൊക്കെ മുറിച്ച് മാറ്റിയതിനു ശേഷം നിറയെ തിക്കായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. നമ്മൾ വളമായിട്ട് ചാണകപ്പൊടിയും മണ്ണും തന്നെയാണ് ഈ എഗ്ലോണിമ ചെടികൾക്ക് നമ്മൾ കൊടുക്കാറ്. എന്നാലും നമ്മൾ എത്ര വളം ചെയ്താലും നമ്മൾ ചെടികൾ ഇടയ്ക്ക് ഇതേപോലെ ഹാർഡ് ബ്രൂണിങ് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ചെടികൾ ഹെൽത്തി ആയിട്ട് വളരുന്നതായിട്ട് കാണുന്നില്ല. അപ്പോൾ ഇതേപോലെ നമ്മൾ ഇടയ്ക്ക് ഹാർഡ് ബ്രൂണിങ് ചെയ്യേണ്ട അത്യാവശ്യമാണ്. ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നിറയെ തൈകൾ പുതിയ ലീഫുകളൊക്കെ വന്ന് നമുക്ക് കുറച്ചുകൂടി ഭംഗിയായിരിക്കും നമ്മൾ എഗ്ലോണിമ ചെടി കാണാൻ വേണ്ടി. അപ്പോൾ ഈ രണ്ട് പോട്ടിൽ നമ്മൾ ഈ രീതിയിൽ ഹാർഡ് ബ്രൂണിങ് ചെയ്ത് കൊടുത്തതാണ്. മുറിച്ച് മാറ്റിയ തണ്ടുകളൊക്കെ നമ്മൾ നട്ടു കൊടുത്ത് വളർത്തിയെടുക്കുകയും ചെയ്തു. ഇത് മുറിച്ച് മാറ്റിയ തലഭാഗമാണ് നമ്മളൊക്കെ ഇതേപോലെ മുളച്ച് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു എഗ്ലോണിമ വലിയൊരു പോട്ടിൽ നമ്മൾ സെറ്റ് ചെയ്ത എഗ്ലോണിമയാണ്. ഇതും ആ രീതിയിൽ നമുക്ക് ഒന്ന് മുറിച്ച് മാറ്റേണ്ടതുണ്ട്. മാറ്റി കഴിഞ്ഞാൽ മാത്രമേ ഇത് കാണാൻ ഒന്നുകൂടി ഭംഗിയാവുള്ളൂ. പുതിയ തൈകളൊക്കെ വന്ന് അതൊന്നുകൂടി ബുഷിയായിട്ട് മാറും. അത് ലീഫുകളൊക്കെ ഒരു മഞ്ഞ നിറത്തിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ മൊത്തമായിട്ടൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാനാണ് പോകുന്നത്. ബാക്കിയുള്ള ഗ്രീൻ വെറൈറ്റികളൊക്കെ അങ്ങനെ ചെയ്യാനുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മൾ പൂക്കളൊക്കെ ഉണ്ടായ സമയത്ത് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഇതിൻ്റെ തണ്ടുകളൊക്കെ ഒന്ന് മുറിച്ച് മാറ്റാം. മുറിച്ചിട്ട് നമുക്ക് വേര് പിടിക്കാനുള്ള രീതിയിൽ നട്ടു കൊടുക്കുകയും ചെയ്യാം. നമ്മൾ ചുവട്ടിൽ വെച്ചിട്ട് ഇതേപോലെ മൊത്തമായിട്ട് നമ്മൾ മുറിച്ച് മാറ്റുന്നുണ്ട്. ഇനിയും നിറയെ തണ്ടുകളുണ്ട് മുറിക്കാൻ. ഏകദേശം 10-100ഓളം തൈകൾ ഈ ഒരു എഗ്ലോണിമ പോട്ടിൽ തന്നെ ഉണ്ട്. നമ്മൾ കയ്യിൽ തന്നെ ഉണ്ട് 10-20 തൈകൾ. ഒക്കെ ഓരോ ഗ്രോ ബാഗിലാക്കി വെച്ച് കൊടുത്താൽ നമുക്ക് ഓരോ തൈകളാക്കി മാറ്റാവുന്നതാണ്. ഈ ഒരു വെറൈറ്റിയുടെ പേരാണ് നമ്മുടെ എഗ്ലോണിമ സ്നോ വൈറ്റ്. ബാക്കി ഭാഗം കൂടി നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ്. വലിയ ടൈലിൻ കൊണ്ടുണ്ടാക്കിയ ഒരു പോട്ടാണ്. ഏകദേശം എല്ലാ തണ്ടുകളും നമ്മൾ മുറിച്ചിട്ടുണ്ട്. ചെറിയ 2-3 കട്ടിങ്ങൾ മാത്രം നിർത്തിയിരിക്കുകയാണ്. ഒന്ന് പുതിയ തൈകളൊക്കെ വന്ന് തുടങ്ങി കഴിഞ്ഞാൽ ഈ ബാക്കിയുള്ളതും കൂടി നമ്മൾ മുറിക്കാൻ വിചാരിക്കും. എല്ലാം മുറിച്ച് കഴിഞ്ഞാൽ കാണാൻ ഒരു ഭംഗിയില്ല എന്ന് വിചാരിച്ചുകൊണ്ടാണ്. കുറേ കട്ടിങ്ങുകൾ കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇതാണ് എഗ്ലോണിമ കട്ടിങ്ങുകൾ. കുറേ കട്ടിങ്ങുകളാണ്. ഒക്കെ നമുക്ക് നട്ടു കൊടുക്കാനുള്ള കട്ടിങ്ങുകളാണ്. ഈ ഒരു കാര്യം നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എഗ്ലോണിമ പൂക്കളൊക്കെ വന്ന് മുരടിച്ച് പോകാനാണ് സാധ്യത. ഇനി നമുക്ക് അതിൻ്റെ തണ്ടും ചോട്ടും നല്ല തൈകൾ വന്നോളും. ഈ രീതിയിൽ നമുക്ക് നല്ല തൈകളായിട്ട് കിട്ടുകയും ചെയ്യും. ലീഫുകൾ കാണാൻ തന്നെ നല്ല ഭംഗിയായിരിക്കും ഇതേപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ. എഗ്ലോണിമ ഏത് വെറൈറ്റി ആണെങ്കിലും നമ്മൾ ഈ രീതിയിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല ബുഷിയായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ബാക്കി വെറൈറ്റികൾ ഒന്ന് കാണിച്ചു തരാം. ഇത് എഗ്ലോണിമയുടെ വേറെ വെറൈറ്റിയാണ്. നമ്മൾ തലഭാഗം കട്ട് ചെയ്ത് കൊടുത്ത ശേഷം 2-3 തൈകൾ ചോട്ടിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട്. കട്ട് ചെയ്ത തൈകൾ നമ്മൾ വേറെ മാറ്റി വെച്ച് കൊടുക്കുകയും ചെയ്തു. കട്ട് ചെയ്ത തൈകളാണ് ചെറിയ ബോട്ടിലേക്ക് വെച്ച് കൊടുത്തതാണ്. പുതിയ ലീഫുകളൊക്കെ തൈകളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് എഗ്ലോണിമയുടെ തന്നെ സ്നോ വൈറ്റ് വെറൈറ്റിയാണ്. ഇത് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കേണ്ടതൊന്നും ആവശ്യമില്ല. നിറയെ തിക്കായിട്ട് പെട്ടെന്ന് തന്നെ വളർന്നു വരുന്നുണ്ട്. സ്ലോ ഗ്രോത്താണ് എങ്കിലും നിറയെ ബുഷിയായിട്ട് ലീഫുകൾ വളർന്നു വരുന്നുണ്ട്. ചെറിയ പോട്ടിലായാലും വലിയ പോട്ടിലൊക്കെ ആ രീതിയിൽ തന്നെ വളർന്നു വന്നിട്ടുണ്ട്. എഗ്ലോണിമയുടെ കട്ട് ചെയ്തെടുത്ത തൈകൾ നമ്മൾ ഇതേപോലെ ചെറിയ തൈകൾ ചെറിയ പോട്ടിൽ ഇതേപോലെ 3-4 കട്ടിങ്ങൾ ഒരുമിച്ച് വയ്ക്കാവുന്നതാണ്. നമ്മൾ ചാണകപ്പൊടി മണ്ണും മിക്സ് ചെയ്തിട്ടുള്ള പോട്ടി മിക്സിൽ നമുക്ക് പ്ലാന്റ് ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. പെട്ടെന്ന് തന്നെ വേര് പിടിച്ച് കിട്ടുന്നതാണ്. ഇതേപോലെ ഒരുമിച്ച് വയ്ക്കുകയാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. തണ്ടുകൾ നമ്മൾ തലഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഇത് നട്ട് കൊടുത്താൽ നമുക്ക് വേര് പിടിച്ച് കിട്ടും. അങ്ങനെ കുറച്ച് തണ്ടുകൾ നമ്മൾ ഒരു ഗ്രോ ബാഗിൽ മണ്ണ് നിറച്ചിട്ട് അതിൽ വയ്ക്കാൻ പോവാണ്. തലഭാഗവും നമുക്ക് നട്ട് കൊടുക്കാവുന്നതാണ്. എഗ്ലോണിമയിൽ പെട്ടെന്ന് പിടിച്ച് കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് നമ്മുടെ ഈ സ്നോ വൈറ്റ് എന്ന് പറയുന്ന വെറൈറ്റി. ഇതേപോലെ സാധാരണ മണ്ണും കുറച്ച് ചാണകപ്പൊടി മിക്സ് ചെയ്തിട്ട് അതിലേക്കാണ് നമ്മൾ പ്ലാന്റ് വെച്ച് കൊടുക്കുന്നത്. ഇതിൽ തന്നെ എല്ലാ പ്ലാന്റുകളും നമുക്ക് വെച്ച് കൊടുക്കാം. വേര് വന്നതിന് ശേഷം നമുക്ക് പുതിയ പോട്ടിലേക്ക് മാറ്റി വെച്ചാൽ മതി. ഏത് രീതിയിലാണെങ്കിൽ നമുക്ക് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. നമുക്കിത് വെള്ളത്തിൽ മുക്കി വെച്ചാലും ഈ ചെടിയിൽ തണ്ടുകളിൽ വേര് വരും. വാട്ടർ പ്ലാന്റ് ആയിട്ട് നമ്മൾ വളർത്താറുണ്ട് ഈ ഒരു എഗ്ലോണിമയുടെ സ്നോ വൈറ്റ് എന്ന് പറയുന്ന വെറൈറ്റി.
ഇത്രയേ ഉള്ളൂ. ഇനി വേര് പിടിച്ച് കിട്ടിയതിന് ശേഷം നമുക്ക് പുതിയ പോട്ടിലേക്ക് മാറ്റി വയ്ക്കാവുന്നതാണ്. തണ്ട് മുറിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും അതിൽ ബുഷിയായിട്ട് നിറയെ തൈകൾ വരാൻ തുടങ്ങും. ഇത് നമ്മുടെ അഗ്ലോണിമയുടെ ബാക്കി വെറൈറ്റികളാണ്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സ്നോ വൈറ്റ് വാട്ടർ പ്ലാന്റ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ സ്റ്റോണുകളും അതേപോലെ ഷെല്ലുകളൊക്കെ ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് വെച്ചതാണ്. നല്ല ബുഷിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കി വെറൈറ്റികൾ ഇൻഡോറായിട്ട് പാർഷ്യലി വെളിച്ചം കിട്ടുന്ന രീതിയിൽ സെറ്റ് ചെയ്തതാണ്. പിങ്കും അതേപോലെ റെഡും വെറൈറ്റികളാണ്. ഇത് സ്നോ വൈറ്റിൻ്റെ വെറൈറ്റിയാണ്. ചെറിയ പോട്ടിൽ സെറ്റ് ചെയ്താണ്. നമ്മൾ ഔട്ട്ഡോറായിട്ട് വെച്ചിട്ടുള്ള പ്ലാന്റ്. തണ്ട് മുറിച്ച് മാറ്റിയതിനു ശേഷം വന്ന ലീഫുകളാണ് കാണുന്നതൊക്കെ. അഗ്ലോണിമയുടെ കെയറിങ്ങിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആയിരുന്നു ഇന്നത്തെ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.